നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പുതിയ മുന്നണി ഉണ്ടാക്കി പത്രിക സമർപ്പിച്ച PV അൻവർ. LDF UDF അവിശുദ്ധ അന്തർധാരയുടെ തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്ന് മുന്നറിയിപ്പ്. VD സതീശനും മുഹമ്മദ് റിയാസും ആര്യാടൻ ഷൗക്കത്തും വരും ദിവസങ്ങളിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്നാണ് അൻവറിന്റെ മുന്നറിയിപ്പ്. അതേസമയം അൻവർ വിഷയം കോൺഗ്രസ് കൈകാര്യം ചെയ്തത് ശരിയായില്ലെന്ന് കാട്ടി മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ VD സതീശനെതിരെ വിമർശനമുയർന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. അൻവർ അടഞ്ഞ അധ്യായമാണെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട്. ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തുവിടുക. ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. LDF-നും UDF-നും NDA-ക്കുമെതിരെ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ മറ്റൊരു മുന്നണി എന്ന രാഷ്ട്രീയ പരീക്ഷണത്തിനാണ് PV അൻവർ മുതിരുന്നത്. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി. UDF LDF അവിശുദ്ധ അന്തർധാര തുറന്നു കാട്ടുമെന്ന് വെല്ലുവിളി. VD സതീശനും മുഹമ്മദ് റിയാസിനും ആര്യാടൻ ഷൗക്കത്തിനും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്നും ഭീഷണി. VD സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികളിലേക്ക് പോകും. ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ്. ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ്. തന്റെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നു എന്ന് VD സതീശൻ ഇന്നലെ പ്രഖ്യാപിക്കുന്നതിനും 2 ദിവസം മുമ്പ് അൻവറെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞില്ലേ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചതെങ്ങനെ എന്നാണ് അൻവറുടെ അടുത്ത ചോദ്യം. അൻവറെ മുന്നണിയിലെടുത്താൽ പറവൂരിൽ നിന്ന് VD സതീശനെ നിയമസഭ കാണിക്കില്ലെന്ന് പിണറായി വിജയൻ ദൂതൻ മുഖാന്തരം അറിയിച്ചെന്നും ആ സമ്മർദ്ദത്തിന് സതീശൻ വഴങ്ങിയെന്നും ആരോപണം. ദൂതൻ വഴി അദ്ദേഹത്തോട് പോയി സംസാരിച്ചത് പറവൂരിലെ കഴിഞ്ഞ 2020 തൊട്ടുള്ള ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. അത് CPIയുടെ വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. CPM ആ സീറ്റ് ഏറ്റെടുത്ത് കേരളത്തിൻ്റെ നിയമസഭ കാണില്ല. അൻവറിനെ കൂട്ടിയാൽ കേരളത്തിൻ്റെ നിയമസഭ VD സതീശൻ കാണില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം കാണില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ ഈ 2 ആംഗിളിലാണ് എന്നെ തടസ്സപ്പെട്ടത്. പിണറായിസം, സതീശന്റെ ഹിറ്റ്ലറിസം എന്നീ സ്വന്തം പ്രയോഗങ്ങൾ ആവർത്തിച്ച് സംസാര വിഷയമാക്കാൻ അൻവർ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി. ആം ആദ്മി പാർട്ടിയും പിന്തുണ പ്രഖ്യാപിച്ചെന്ന് അൻവർ. മലയോര കർഷകരും തൊഴിലാളികളും കൂടെയുണ്ടെന്നും അവകാശവാദം. വ്യാപാരികളുടെ അടക്കം ചെറിയ സംഘടനകളെ കൂടെ കൂട്ടാനും ശ്രമമുണ്ട്. ഒരുപാട് ചെറുകിട സംഘടനകൾ, പ്രത്യേകിച്ചും എന്താ പറയുക, കാർഷിക മേഖലയിലുള്ള ആളുകൾ, തൊഴിൽ മേഖലയിലുള്ള സംഘടനകൾ, വ്യാപാര മേഖലയിലുള്ള ചെറുകിട സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, ജീവകാരുണ്യ പ്രവർത്തനം വളരെ വലിയ രീതിയിൽ നടക്കുന്ന നിലമ്പൂർ നിങ്ങൾക്കറിയാം. ഇവരുടെയൊക്കെ ഒരു ആവശ്യമായിരുന്നു ഒരു ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കണമെന്ന്. അവരുടെയൊക്കെ താല്പര്യപ്രകാരം തന്നെയാണ് ഒരു മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനമുണ്ടായത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തുറന്ന വാഹനത്തിൽ റോഡ് ഷോ ആയിയാണ് അൻവർ എത്തിയത്. തൃണമൂൽ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും കൊടികൾ പിടിച്ച ഏതാനും പ്രവർത്തകർ കൂടെയുണ്ടായിരുന്നു. മണ്ഡലത്തിന് പുറത്തുനിന്ന് എത്തിച്ചവരായിരുന്നു ഏറെ പേരും. അൻവർ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചതോടെ VD സതീശനൊഴികെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ കാണിച്ച മൃദു സമീപനം തിരുത്തി തുടങ്ങി. അൻവർ അടഞ്ഞ അധ്യായമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രീ PV അൻവർ മുമ്പോട്ട് പോയി എന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. പക്ഷേ നിലമ്പൂരിൽ അൻവർ കൊളുത്തിവിട്ട കലാപം UDF-ൽ തുടരുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചന. ലീഗ് യോഗത്തിൽ VD സതീശനെതിരെ വിമർശനമുയർന്നു എന്നതടക്കം വാർത്തകൾക്ക് വരും ദിവസങ്ങളിൽ തുടർച്ചയുണ്ടായേക്കും. ഏതായാലും നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരം എന്ന പ്രതീതിയുണ്ടാക്കാനെങ്കിലും അൻവർ ഫാക്ടറിന് നിലവിലാകുന്നു എന്നത് വാസ്തവം. ടീം ന്യൂസ് മലയാളം, മലപ്പുറം. PV അൻവറിനെ തഴഞ്ഞ കോൺഗ്രസ് നിലപാടിൽ UDF-നോട് ഇടഞ്ഞ് ലീഗ് നേതൃയോഗത്തിൽ VD സതീശനെതിരെ കടുത്ത വിമർശനം ഉയർന്നെന്ന വാർത്ത തള്ളാതെ MK മുനീർ. അടഞ്ഞ അധ്യായമെന്ന കോൺഗ്രസ് നിലപാടിനെ പിന്തുണയ്ക്കാതെ ലീഗ് നേതാക്കൾ തുടർ ചർച്ചകളുടെ സാധ്യത പരിശോധിക്കണമെന്നും ലീഗ്. PV അൻവറിനെ മുന്നണിയിലെടുക്കാത്ത കോൺഗ്രസ് നിലപാടിൽ ലീഗ് കടുത്ത അതൃപ്തിയിലെന്നുറപ്പിക്കുകയാണ് MK മുനീർ. ഇന്നലെ നടന്ന ലീഗ് യോഗത്തിൽ സതീശനെതിരെ വിമർശനമുയർന്നെന്ന റിപ്പോർട്ടിനെ തള്ളാതെയായിരുന്നു മുനീറിന്റെ മറുപടി. ലീഗിൻ്റെ അകത്ത് നടന്ന കാര്യം എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. ഞങ്ങൾ ലീഗിൻ്റെ അകത്ത് എടുക്കുന്ന ചർച്ചകളുണ്ടാവും. ചർച്ചകളുടെ അന്തിമമായി എടുക്കുന്ന തീരുമാനം എനിക്ക് പുറത്തു പറയാനുള്ള അവകാശമുണ്ട്.
ലീഗിന് അപ്രമാദിത്വമുള്ള മേഖലയിൽ കോൺഗ്രസ് ഏകപക്ഷീയമായി നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നണിയിൽ അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട്. UDF പ്രവേശത്തിന് എല്ലാവിധ ചർച്ചകളും പൂർത്തിയാക്കി അന്തിമഘട്ടത്തിലാണ് അൻവറിന്റെ വാതിൽ പ്രതിപക്ഷ നേതാവ് കൊട്ടിയടച്ചത്. ലീഗ് മുൻകൈയെടുത്ത് നടത്തിയ സമവായ ചർച്ചയിൽ VD സതീശന്റെ നിലപാടാണ് തടസ്സമായത്. കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾ അനുഭാവ നിലപാടെടുത്തപ്പോഴും VD ഇടഞ്ഞു നിന്നു. ഒരു ഘട്ടത്തിൽ തിരുവമ്പാടി സീറ്റ് അൻവറിന് നൽകുന്നതുൾപ്പെടെയുള്ള ഗൗരവമായ ഒത്തുതീർപ്പിന് ലീഗ് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. വാർത്താ സമ്മേളനത്തിലുടനീളം ലീഗിന്റെ അനുനയ ശ്രമങ്ങളെ ഉയർത്തിക്കാണിച്ച അൻവർ ഒടുവിൽ VD സതീശനാണ് വില്ലനെന്ന് തുറന്നടിച്ചിരുന്നു. ലീഗിന്റെ യോഗവും ഇതേ നിലപാടിലാണ്. അൻവർ അടഞ്ഞ അധ്യായമെന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴും ഇനിയും സമയം വൈകിയിട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ലീഗ് തുടർ ചർച്ചയ്ക്കുള്ള സാധ്യത തള്ളുന്നില്ല. അൻവറിനെ സഹകരിപ്പിക്കാൻ UDF യോഗത്തിലെടുത്ത തീരുമാനത്തെ സതീശൻ ഒറ്റയ്ക്ക് അട്ടിമറിച്ചത് ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കളും അധ്യക്ഷനും തള്ളിയതിനു ശേഷവും രാഹുൽ മാങ്കൂട്ടം അൻവറുമായി ചർച്ചയ്ക്ക് പോയത് നാണക്കേടുണ്ടാക്കിയെന്നും ലീഗ് വിലയിരുത്തിയിരുന്നു. ന്യൂസ് മലയാളം, മലപ്പുറം.